ഇനി മീൻ വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനധികം പണിയൊന്നുമില്ല. പാൻ അടുപ്പത്ത് വയ്ക്കുക, ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും പൊടികളാണ്, അതിൽ മസാലകളാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മസാലകൾ ഇട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് അതിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ട ചതച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയാണ്. ഇത് അല്പം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കറിവേപ്പില അല്പം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാടായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതൊന്ന് കരിഞ്ഞ് മസാലയിൽ നിന്ന് അടിപ്പിടിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തു. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്തിലേക്ക് ഇതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി, അതാണ് കാണാത്തത്. ഇനി അതിന് ശേഷം ആ തിളച്ചതിലേക്ക് നമ്മൾ നമ്മുടെ മീനിനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഒരു ഭാഗം ഒന്ന് വെന്തു നമുക്ക് തോന്നുന്ന സമയത്തൊന്ന് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് അങ്ങനെ വേവിച്ചെടുക്കാം. ഇത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ ഫ്രൈ കിട്ടും കേട്ടോ.